ആർക്കാണ് നമ്മളെ ഏറ്റവും നന്നായി സ്നേഹിക്കാൻ കഴിയുക? സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ഇഷ്ടമുള്ളവരാണ് നമ്മൾ എല്ലാവരും. നമ്മൾ ചുറ്റുമുള്ളവർക്ക് എല്ലാം സ്നേഹം കൊടുക്കുമ്പോൾ നമ്മൾ മറന്നുപോകുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾക്ക് സ്നേഹം കൊടുക്കുക, നമ്മളെ സ്നേഹിക്കുക എന്നത്, അതായത് സെൽഫ് ലവ് ഉണ്ടാക്കുക എന്നത്. നമ്മൾ നമ്മളെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മളെ സ്നേഹിക്കാൻ വേറെ ആർക്കും സാധിക്കുകയില്ല. നമ്മുടെ പ്രയോറിറ്റീസ്, നമ്മുടെ നീഡ്സ്, ഇവയൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ എൻ്റെ ലൈഫിൽ എന്താണ് വേണ്ടത് എന്ന് മനസ്സിലാക്കി അത് നേടാൻ ശ്രമിക്കുമ്പോഴാണ് സെൽഫ് ലവ് സക്സസ്ഫുൾ ആകുന്നത്. നമ്മൾ നമ്മളെ സ്നേഹിക്കാതെ ഇരുന്നാൽ നമ്മൾക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ സാധിക്കുകയില്ല. നമ്മുടെ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് അത് പ്രയോറിറ്റൈസ് ചെയ്ത് നേടിയെടുക്കുക തന്നെ വേണം. സെൽഫ് ലവിനെ സെൽഫിഷ്നെസ് ആയി തെറ്റിദ്ധരിക്കാറുണ്ട്. ഇവ തമ്മിലുള്ള വ്യത്യാസത്തിന് ഒരു ഉദാഹരണം പറയാം. എൻ്റെ വീട്ടിൽ ഞാൻ ഉൾപ്പെടെ 4 പേരുണ്ടെന്ന് കരുതുക. ഒരു ആപ്പിൾ കിട്ടി. ഈ ആപ്പിളിന് ഞാൻ സെൽഫിഷ്നെസ് ഉള്ള ഒരാളാണെങ്കിൽ ഞാൻ ഈ ആപ്പിൾ ആർക്കും കൊടുക്കില്ല, ഞാൻ തന്നെ കഴിക്കും. അതേസമയം ഞാൻ സെൽഫ് ലവ് ഇല്ലാത്തയാളാണെങ്കിൽ ഈ ആപ്പിളിനെ 3 ഡിവൈഡ് ചെയ്ത് ഞാൻ കഴിക്കാതെ മറ്റുള്ളവർക്ക് കൊടുക്കും. അതേസമയം സെൽഫ് ലവ് ഉള്ള ഞാനാണെങ്കിൽ ഈ ആപ്പിളിനെ 4 ഡിവൈഡ് ചെയ്ത് ഒരു പങ്ക് ഞാൻ കഴിക്കും, ബാക്കിയുള്ളത് മറ്റുള്ളവർക്കും കൊടുക്കും. നമുക്ക് സെൽഫ് ലവ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഉയരാൻ സാധിക്കുകയുള്ളൂ. ആ ഉയർച്ചയിലൂടെ നമ്മുടെ കുടുംബാംഗങ്ങളെയും നമുക്ക് ചുറ്റുമുള്ളവരെയും നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്നത് പോലെ തന്നെ നമ്മൾ നമ്മളെയും സ്നേഹിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഉയർച്ചയുണ്ടാവൂ, നമ്മുടെ ചുറ്റുമുള്ളവർക്കും ഉയർച്ചയുണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് എല്ലാവരും സെൽഫ് ലവ് ഉള്ളവരായി തന്നെ തുടരുക.